सोनिक पर पहली बार देखिए द लेजेंड ऑफ हनुमान हर रोज शाम 7 बजे सोनिक पर। Watch full episodes on Jio Hotstar. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആ സയന്റിസ്റ്റ് ബാഗ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ. വെരി വെരി ഗുഡ്. മാഡ് വണ്ടൂസിന് സന്തോഷമായി, വളരെ സന്തോഷമായി. ഈ വണ്ടൂസ് നിങ്ങൾക്ക് ഇഡ്ഡലിയും ദോശയും വാങ്ങി തരാം, അതും സാമ്പാറും കൂടെ. സബാഷ്, നിങ്ങൾ രണ്ടുപേരും വലിയൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഗുഡ്, വെരി ഗുഡ്. ഇനി മുതൽ ഞാൻ പണക്കാരനാകും. എടാ കേട്ടോ, ഞാൻ പറഞ്ഞത് കേട്ടോടെ. ഇനി ഞാൻ കോടീശ്വരനാ, കോടീശ്വരൻ. ഇനി നമ്മുടെ കയ്യിൽ കാശിന്റെ കളിയായിരിക്കൂടാ. എന്ത് അങ്ങനെയാണോ ബോസേ? കിരിക്കട്ടാലേ, എന്ത് കളിയാടാ ഇത്? എന്നോട് സൂക്ഷിച്ച് സംസാരിക്കും മണ്ടോസ. ഇപ്പൊ ഞാൻ കോടീശ്വരനാ. കോടീശ്വരന്മാരാവുന്നാടാ പറഞ്ഞത്. പക്ഷേ നമ്മൾ ഇതുവരെ ആയിട്ടില്ലല്ലോ മോനെ. ആ പ്ലൂനറ്റോറിയം കല്ല് തീർച്ചയായും കിട്ടണം. എടാ ഒന്ന് നോർമൽ ആകെ, പെട്ടെന്നാവട്ടെ. എനിക്ക് ഫോർമുല കിട്ടി കേട്ടോ. ഇനി ആ പ്ലൂനറ്റോറിയം കല്ല് എന്റേത് മാത്രമാണ്. ഇനി അത് എന്റേതാ. ശരി, വരൂ. എന്നാ പിന്നെ നമുക്ക് പ്ലൂനറ്റോറിയത്തിലേക്ക് പോകാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാം. അവിടെ നമുക്ക് പ്ലൂനറ്റോറിയം കിട്ടും. പ്ലൂനറ്റോറിയം പ്ലൂനോട്ടോറിയം എന്നത് ഒരു വെടിമരുന്നാണെന്ന് തന്നെ പറയാം. ഒരു ചെറിയ പീസ് ബ്ലാസ്റ്റ് ചെയ്താൽ പോലും ഒരു ടവർ തന്നെ താഴെ വീഴ്ത്തിയേക്കാം. ആ വെടിമരുന്ന് കല്ല് തെരഞ്ഞിട്ടാണ് മാഡ് മണ്ടൂസ അലയുന്നത്. അതെ, മാഡ് മണ്ടൂസ ഒരു സമയത്ത് എന്റെ കൂടെ ലാബിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവന്റെ ചിന്തകൾ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ലാബിൽ നിന്ന് അവനെ പറഞ്ഞയച്ചു. പക്ഷെ ഇപ്പോഴും അവൻ എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ആ കല്ലങ്ങാനം അവന്റെ കയ്യിൽ കിട്ടിയാൽ അവൻ ഈ ലോകം മുഴുവനും അങ്ങിങ്ങുമായി ബ്ലാസ്റ്റ് ചെയ്ത് എല്ലാവരെയും ബ്ലാക്ക്മെയിൽ ചെയ്യും. പക്ഷേ പ്ലൂനറ്റോറിയം അവന് എങ്ങനെ കിട്ടും? അത് മാത്രമല്ലാതെ നിങ്ങളുടെ ബ്രീഫ് കേസിനും ഇതിനും എന്താ കണക്ഷൻ? എന്റെ ബ്രീഫ് കേസിനകത്ത് മുഴുവൻ ഫോർമുലയും ഉണ്ട്. അതുകൊണ്ട് അവന് ഒരു മിഷൻ ഉണ്ടാക്കാൻ കഴിയും. പിന്നെ ആ മിഷന്റെ സഹായത്തോടെ അവന് എവിടെ വേണമെങ്കിലും പോകാൻ കഴിയും. ഏത് എഡ്ജിൽ വേണമെങ്കിലും പോവാം. എനിക്ക് തോന്നുന്നു അവൻ പ്ലൂനോട്ടോറിയത്തിലേക്ക് പോകുമെന്നാ. കാരണം ഞാൻ പറഞ്ഞ പ്ലൂനോട്ടോറിയം കല്ല് അവിടെ കിട്ടൂ. പ്ലൂനറ്റോറിയ എന്നത് 2000 കൊല്ലം മുൻപുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ഇന്ന് വരെ ആ സ്ഥലത്തിനെ കുറിച്ച് ആർക്കും അറിയില്ല. അവിടെ ജീവിച്ചവരൊക്കെ ഇപ്പൊ ഉണ്ടോന്ന് പോലും അറിയില്ല. അതെ ശിവ, ഇന്റർനെറ്റിൽ ഇത്ര ഇൻഫർമേഷനേ ഉണ്ടാവൂ. പക്ഷെ ഒരു സത്യം അറിയോ, അവൻ എന്റെ മിഷൻ ഉപയോഗിച്ച് എവിടെ വേണമെങ്കിലും പോകാൻ കഴിയും. അതെ, എന്നാ പിന്നെ അവന്മാരെ പിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അല്ലെങ്കിൽ അവന്മാരെ നമ്മുടെ നാട്ടില് പലയിടത്തും ആക്രമിക്കാൻ നടക്കുന്നേ. പക്ഷെ അവന്മാരെ നമ്മൾ എങ്ങനെ പിടിക്കും? എവിടെ ഒളിഞ്ഞിരിക്കുന്നെന്ന് ആർക്കും അറിയില്ല. എന്റെ ഗ്രാമത്തിലുള്ള പണ്ടുള്ള ആൾക്കാർ പറയുമായിരുന്നു, താമരപ്പൂ വേണോന്നുണ്ടെങ്കിൽ കുളത്തിലേക്ക് പോണോന്ന്, അതുപോലെ തേനീച്ചകൾ വേണോന്നുണ്ടെങ്കിൽ തേൻകൂടിന്റെ അടുത്തേക്ക് പോണം. ഇപ്പൊ ആലോചിക്കുക, ആ മാഡ്മാൻഡോനെ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ടാ പോകേണ്ടതെന്ന്. വെരി ഗുഡ് ഡാഡി, യു ആർ ജീനിയസ്. മാഡ് മെൻഡോസ ഈ സമയത്ത് ആ പ്ലൂനറ്റോറിയക്ക് പോകാൻ വേണ്ടി റെഡി ആയിരിക്കും. അവിടെ പോയാലേ അവനെ പിടിക്കാൻ കഴിയൂ. സയന്റിസ്റ്റ് സർ, നിങ്ങൾക്ക് ഞങ്ങളെയും പ്ലൂനറ്റോറിയക്ക് അയക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നിങ്ങളെയും അയക്കാൻ കഴിയും. പക്ഷെ അവിടെ നിങ്ങൾക്ക് എത്രയധികം ആപത്ത് സംഭവിക്കുമെന്ന് അറിയില്ല. നിങ്ങളുടെ എല്ലാവരുടെയും ജീവന് ആപത്ത് സംഭവിക്കാം. ഒരു പക്ഷേ ഈ ലോകത്തിനെ അപകടകാരികളുടെ അടുത്തുനിന്ന് രക്ഷിക്കണമെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും ചെയ്തേ പറ്റൂ. നമ്മൾ അവിടേക്ക് പോയി അവനെ പിടിക്കണം. അവനെ കിട്ടിയതും അതെ, എങ്ങനെ ഡിഫൻസ്? എന്തിനാ എന്നെ തല്ലിയത്? ഇതെങ്ങനെ ഉണ്ടായിരുന്നു? ശിവ, വേഗം നമുക്ക് പ്ലൂനറ്റോറിയത്തേക്ക് പോകാം. അവിടെ നടക്കുന്ന ആപത്തൊക്കെ ഇവിടെ നടക്കാൻ സാധ്യത ഉണ്ടെന്നേ. വന്നേ പോകാം. ഈ ഐഡിയ വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ എല്ലാവരെയും അങ്ങോട്ട് അയക്കാൻ കഴിയും. എന്റെ കയ്യിലൊരു ബാക്കപ്പ് സെറ്റപ്പ് ഉണ്ട്. വരൂ, വേഗം അത് റെഡിയാക്കാം. ആദ്യം നമുക്കൊന്ന് ട്രയൽ ചെയ്ത് നോക്കാം. അതെന്താന്ന് വെച്ചാലേ എല്ലാവരും ഒറ്റയടിക്ക് എങ്ങനെ കാണാതായാലോ. ക്രിക്കറ്റിനാലേ നിനക്ക് പുതിയ പുതിയ റോളുകളിലൊക്കെ അഭിനയിക്കണമെന്ന് ആഗ്രഹമില്ലടേ.
എന്നാ പിന്നെ ഇവിടെ വന്നിരിക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ തലയിൽ വെക്കണം. അതിനുശേഷം ഇതില് പ്ലൂനറ്റോറിയ എന്ന് ടൈപ്പ് ചെയ്യണം. നീ അവിടെ ചെന്നതിന് ശേഷം എന്നോട് ബ്ലൂടൂത്ത് മൈക്രോഫോൺ വഴി സംസാരിക്കണം. അവിടെ എങ്ങനെയുണ്ടെന്ന് പറയണം. അണ്ടർസ്റ്റാൻഡ്? അവിടുത്തെ സാഹചര്യങ്ങൾ എന്നെ അറിയിക്കണം. മനസ്സിലായില്ലേ ക്രിക്കറ്ററാൽ? എന്നാ പിന്നെ ജോലി തുടങ്ങിക്കോളൂ. ഈ മിഷൻ വർക്കൗട്ട് ആകാൻ തുടങ്ങി. ആ ഫോർമുല വർക്കൗട്ട് ആകാൻ തുടങ്ങി. ഹലോ, നീ എവിടെ എത്തിയോടെ? ആർ യു റീച്ച്ഡ്? അതെ ബോസേ, ഞാനിവിടെ എത്തിക്കഴിഞ്ഞു. ആ സ്ഥലം എങ്ങനെയുണ്ടേ? ബോസേ, ഈ സ്ഥലം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എത്ര വർഷം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നെന്ന് അറിയോ? എത്ര വർഷം കഴിഞ്ഞു? എടാ മണ്ട, അത് ഇപ്പോഴല്ലടാ ആദ്യമായിട്ട് പോകുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. മര്യാദക്ക് തിരിച്ചു വേടാ. മണ്ടൻ ഓരോ മണ്ടത്തരങ്ങൾ പറഞ്ഞോണ്ടിരിക്കുക. ഞാനിതേ വരുന്നു ബോസേ. നിന്നോട് ഒറ്റയ്ക്ക് വരാനല്ലേ പറഞ്ഞ, പിന്നെ എന്തിനാണ് ഇതിനെ കൊണ്ടുവന്നേ? കഷ്ടം. എന്തുവാടാ ഇതൊക്കെ? ഈ ആട്ടുംകുട്ടി എവിടെ നിന്നാടാ വന്നേക്കണേ? പിടിക്ക്, അതിനെ പിടിക്കടാ. ഓ, നീ മാഡ് ബണ്ടൂസിനെ ബെൻഡലാക്കും. ഇനി ഞാൻ ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാനാ? ഈ ആട്ടുകുട്ടിയെ നീ എവിടുന്നാണ് കൊണ്ടുവന്നത്? പറയടാ. അത് പിന്നെ ഞാൻ എന്റെ ഗ്രാമത്തിലേക്ക് പോയിരുന്നില്ലേ, അവിടുന്ന് കൊണ്ടുവന്നതാ. നിന്നോട് ആരാടെ ഗ്രാമത്തിലേക്ക് പോവാൻ പറഞ്ഞേ? എന്തോന്നാടാ ഇത്? അത് നോക്കി പോയിക്കൂടെ? ഒരുപാട് വർഷമായില്ലേ ഞാൻ പോയിട്ട്. മാത്രമല്ല, നമുക്ക് പ്ലൂണോട്ടോറിയത്തിലേക്ക് പോവണ്ടേ. അതുകൊണ്ട് നിങ്ങളുടെ മെഷീൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത പോലെ ആയിരിക്കും. എന്റെ ഗ്രാമത്തിൽ ഒന്ന് പോയിട്ട് വന്ന പോലെ ആയില്ലേ? ബോസിനോടൊന്ന് സംസാരിക്കാൻ പോലും അനുവദിക്കുന്നില്ല. ഞാൻ സന്തോഷമായിരിക്കുന്നത് ഇവന്മാർക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നേ. ഈ ആട്ടുകുട്ടിയെ പിടിക്കേ. അതിനെ വിട്ടിട്ട് മര്യാദക്ക് ഇങ്ങോട്ട് വാടാ. ഈ മിഷൻ സക്സസ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ലൈനായി പോയിരിക്കേ. ടൈഗർ പദർ, ഞാൻ നിങ്ങളോട് ആ റോളിലേക്കൊന്ന് മാറാനല്ല പറഞ്ഞത്. നോർമലാവ്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഞങ്ങളുടെ ശരീരം നന്നായി നോക്കണം, മനസ്സിലായോ? മാത്രമല്ല ഞങ്ങളുടെ മൈക്രോഫോണിൽ കോണ്ടാക്ടും ചെയ്യണം. ഞാൻ എപ്പോഴാണോ നിങ്ങളോട് പറയുന്നത് അപ്പോ നിങ്ങൾ ഈ റിമോട്ടിൽ ഇതാ ഈ സ്വിച്ച് അമർത്തി ഞങ്ങളെ വീണ്ടും ഇവിടേക്ക് വരുത്തണം. ഓക്കെ ബോസ്. ആ കുട്ടി നമ്മുടെ പുറകെ തന്നെ വരുന്നുണ്ട്. എല്ലാരും തിരിഞ്ഞു നോക്ക്. സോറി ശിവ, ഇവന്മാര് ഞങ്ങളെ പിടിച്ചു വെച്ചിരിക്കുക. മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്നോ. അവിടെ നിൽക്ക. അതെ ശിവ, അവന്മാരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ബോസേ, ഈ കുട്ടിയാണ് ഫൈറ്റ് ചെയ്ത് ആ സയന്റിസ്റ്റിനെ നമ്മുടെ അടുത്തുനിന്ന് രക്ഷപ്പെടുത്തിയത്.
അങ്ങനെയാണല്ലേ കാര്യങ്ങള്. അപ്പോ അത് നീയായിരുന്നു അല്ലേ? നീയാണോടെ ആ കുട്ടി? നീയാണല്ലേ എന്റെ ആളുകളെ തല്ലിയത്? നിന്നെ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. നൈസ് മീറ്റിംഗ് യു ഇഡ്ലി ദോശ മീൻ കറി. അവിടെ മാറി നിന്നോളാം. മഹാരാജ കസാക്ക വരുന്നുണ്ട്. എല്ലാവരും വേഗം തലകുനിച്ച് നിൽക്കുവിൻ. മഹാരാജാവ് കസാക്ക വരുന്നുണ്ട്. മഹാരാജ കസാക്ക വന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ലോകത്തുള്ളവരല്ല. ഇവിടെ പുറത്തുള്ളവർക്ക് വരാൻ അനുവാദമില്ല. അതുകൊണ്ട് നിങ്ങളെ ഇവിടെ നിർത്താൻ എനിക്ക് സമ്മതമില്ല. വേഗം വെള്ളം ചൂടാക്കള. വെള്ളം തിളച്ചോണ്ടിരിക്കുകയാണ് മഹാരാജാവേ. എന്തിനാ വെള്ളം തിളപ്പിക്കുന്നത്? വെള്ളം തിളച്ചില്ലെങ്കിലേ മര്യാദക്ക് വേവില്ലല്ലോ, അതുകൊണ്ടാ. ഇല്ല, ഞങ്ങളെ പിടിച്ച അടുപ്പിനകത്ത് ഇടല്ലേ പ്ലീസ്. അതെ, ഞങ്ങള് ഇപ്പൊ തന്നെ തിരിച്ചു പോയിക്കോളാം. അതെ, എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാൻ നോക്ക. വേണ്ട, ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യരുത്. വേണ്ട 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 വേണ്ട. അതെ, ഞങ്ങളെ ചൂടുവെള്ളത്തിനകത്ത് ഇടല്ലേ. കഷ്ണമായിട്ട് ഞങ്ങളെ നുറുക്കരുത്. ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം പ്ലീസ്. ആദ്യ തോല് മുഴുവൻ പറിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട്. വേണ്ട വേണ്ട മഹാരാജാവേ, തോലുരിക്കൊന്നും വേണ്ട. അതിന് നീ എന്തിനാ കരയുന്നേ? സമയങ്ങളെ തൊലിയുരിക്കാൻ നോക്ക്. അതെ രാജാവേ, അങ്ങനൊന്നും പറയല്ലേ. ഞങ്ങളെ തിന്നല്ലേ. നിങ്ങളെന്താ പറയുന്നേ? ഞാനെന്തിനാ നിങ്ങളെ പിടിച്ച് തിന്നുന്നേ? ഞങ്ങള് പച്ചക്കറികൾ മാത്രമേ കഴിക്കാറുള്ളൂ. എന്ത്, നിങ്ങളെല്ലാവരും വെജിറ്റേറിയൻ ആണെന്നോ? എല്ലാം പിടിച്ചിട. എന്ത്? വീണ്ടും ഞങ്ങൾ എന്തിനാ ഇടാൻ പറയുന്ന? വേറെ ഒന്നുമില്ലെന്നേ. അവിടെ കുറെ മീൻ ഇരിക്കുന്നില്ലേ, അതിനെയാണ് ഇടാൻ പറഞ്ഞത്. സവാളയുടെ തൊലി ഉരിച്ചിട്ട് വേണ്ട ഇടാൻ. പിന്നെ കഷ്ണങ്ങൾ ചെറുതായിട്ട് മുറിച്ചിടണ്ടേ, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് വേഗില്ലെന്നേ. അല്ല, മത്സ്യം എപ്പോഴായി വെജിറ്റേറിയൻ ആയത്? ഞങ്ങൾക്ക് അങ്ങനെയാണെന്നേ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതില്? ഇല്ല, ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലെന്നേ. എന്നാ ശരി, അടുത്തതായി നിങ്ങളെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നേ. മഹാരാജാവേ, ഇവരിവിടെ പൊട്ടിത്തെറിക്കുന്ന കല്ലായ പ്ലൂണറ്റോറിയം കല്ല് കൊണ്ടുപോകാൻ വന്നിരിക്കുക. ഇവരത്ര നല്ല ആൾക്കാരൊന്നും അല്ല, അതുകൊണ്ടാണ് ഇവരെ പിടിക്കാൻ വേണ്ടി വന്നത്. ഇല്ല മഹാരാജാവേ, ഇവ നുണ പറയുവാണ്. ആ പ്ലൂണറ്റോറിയം കല്ല് കൊണ്ടുപോകാൻ വന്നത് ഇവരാണ്. ഇവരെ പിടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. എടാ കുട്ടി, വെറുതെ നുണ പറയരുത്. ഡോണ്ട് ടെൽ ലൈസ്. കുട്ടിന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. ഈർക്കിലി പോലെ ഇരുന്നിട്ട് അവനൊരു നാവ് കണ്ടില്ല. ആ കല്ല് മോഷ്ടിച്ചത് നിങ്ങളാണ്. അല്ല, നീയാ. അത് കക്കാനൊന്നുമല്ല ഞാൻ വന്നത്. മിണ്ടാതിരിക്കാമോ? എന്റെ സ്ഥലത്ത് വന്ന് എന്റെ മുമ്പിൽ വെച്ച് എന്നെ വഴക്കിടാൻ നിങ്ങൾക്ക് എന്ത് ധൈര്യമുണ്ട്? നിങ്ങളോടാ പറഞ്ഞേ മിണ്ടാതിരിക്കാൻ. യുവരാജാവ് റോമി എഴുന്നള്ളുന്നുണ്ട്. യുവരാജാവ് റോമി വന്നു കഴിഞ്ഞു. വരൂ യുവരാജാവേ. ഇവരെല്ലാരും അനുവാദമില്ലാതെ നമ്മുടെ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവരെന്താ ചെയ്യണ്ടേ? എന്താ പറഞ്ഞ? അവൻ എന്താ പറഞ്ഞ? യുവരാജാവ് പറഞ്ഞതെന്താന്ന് വെച്ചാ, ഇവന്റെ പിറന്നാളിന്റെ അന്ന് നിങ്ങളെല്ലാരും തമ്മിൽ ഒരു മത്സരം നടക്കും. അത് മീൻ പിടിക്കുന്ന മത്സരമാണ്. മത്സ്യം പിടിക്കാൻ നീ എന്താ ചെയ്യുന്നത്? എന്റെ നേരെ വിടാനല്ല പറഞ്ഞ, ഫിഷിന്റെ നേരെ വിടറാ. ഇനി നിങ്ങളോടൊക്കെ പ്രത്യേകം പറയണോ? അമ്പയ്യാ നോക്ക്, ഒന്ന് വേഗം ആവട്ടെ. യെസ്, ശിവി നമ്മുടെ പുറകെ തന്നെ ഉണ്ട്. അവരെ കടത്തി വിടരുത്. അവൻ ഇങ്ങോട്ട് വരാൻ പാടില്ല. അവർ ഈ മത്സരത്തിൽ തോറ്റേ മതിയാവും. ഓക്കേ ബോസേ. ഞാനിപ്പോ മത്സ്യം പിടിച്ച് കാണിച്ചു തരാം. എന്താ ശിവ, ദേ അങ്ങോട്ട് നോക്കിയേ. ലഡു സിംഗ് സാറ് മോളി പറക്കുവാ. ശിവ, ശിവ.
കോമ്പറ്റീഷനിൽ നമ്മൾ ജയിക്കണമെങ്കിൽ ഇവിടുന്ന് ഞാൻ മാത്രം പോകുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ സൈക്കിളിൽ നിന്ന് താഴെ ഇറങ്ങണം. താങ്ക്സ് ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. ഈ മാഡ്മെന്റ് സാറാണത് ഇപ്പൊ ശിവയെ കാണിച്ചു കൊടുക്കാം. ഞാൻ ഇഡലിയും ദോശയൊക്കെ തിന്നുന്നവനാ. കൗണ്ട് ചെയ്തിട്ട് അമ്പയണം. ശരി രവ, ഞാനിത് മാർക്കില്ല. 1 2 3 4. മഹാരാജാവേ, ദാ പിടിച്ചോളൂ നിങ്ങളുടെ ഫിഷ്. വളരെ നല്ല കാര്യം. നിങ്ങൾ എല്ലാവരും ഈ മത്സരം വിജയിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ആഘോഷം തന്നെയാണ്. ആഘോഷങ്ങൾക്ക് ഏർപ്പാട് ചെയ്യൂ. പ്ലൂററ്റോറിയം കല്ലെടുക്കാൻ വന്നതാണോ? സഹോദരന്മാരെ, ഇന്ന് എന്റെ മകൻ ഭൂമിയുടെ പിറന്നാളാണ്. ആ ദൈവം ഇവന് ദീർഘായുസ് നൽകട്ടെ. കേക്കൊന്നും മുറിക്കില്ലേ? കേക്കോ എന്ന് വെച്ചാൽ എന്താ? ഞങ്ങളൊക്കെ പിറന്നാളിന് ഒരു പ്രത്യേക ഡിഷ് ചെയ്യും. അതിനെയാണ് കേക്ക് എന്ന് പറയാ. എന്നാ കേക്ക് ഉണ്ടാക്കൂ. എനിക്കും കേക്ക് കഴിക്കണം. കേക്ക് ഇവിടെ ചെയ്യാൻ കഴിയില്ല. കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ. ഇല്ല, എനിക്ക് കേക്ക് വേണം. എനിക്ക് കേക്ക് വേണം. ഞാൻ പറയുന്നത് കേക്ക്, എനിക്ക് കേക്ക്. എല്ലാരും നിന്നെ നോക്കി ചിരിക്കാം, മിണ്ടാതിരിക്കുക. നിങ്ങളിപ്പോൾ കേക്കിനെ കുറിച്ച് സംസാരിച്ചത് ശരിയായില്ല. ഇപ്പൊ അവൻ കേക്ക് കിട്ടാതെ സമാധാനമാവുകയില്ല. അവൻ ഭയങ്കര പിടിവാദക്കാരന്. എല്ലാവരും രക്ഷപ്പെട്ടോളൂ. വേഗം വേഗം ഓടിക്കോളൂ. ഓ, ഇവര് ഇവിടെ എത്തിയോ? ആരാടാ ഇവൻ? അമ്മേ, അവൻ എത്തിക്കഴിഞ്ഞു. എനിക്ക് വല്ലാതെ പേടിയാവുന്നു. ഓ, ഡെലിവറി ബോയ്ക്ക് ഇങ്ങനെ ഒരു സ്വീകരണമോ? ആരാണത്? എവിടെന്നാ വന്നിരിക്കുന്നത്? മാജിക്? ഇത് മാജിക് അല്ലേ? മഹാരാജാവേ, ഇത് മാജിക് അല്ല, ഇത് സയൻസ് ആണ്. ഇനിയും 1000 വർഷങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് മനസ്സിലാകും. ഇവിടെ തന്നെ നിൽക്ക്. ഇദ്ദേഹം എന്റെ ഫ്രണ്ട് ആണ്. ഇദ്ദേഹം പ്രിൻസ് റോമിക്ക് വേണ്ടി കേക്ക് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. വരൂ സയന്റിസ്റ്റോ, പ്രിൻസിന് വേണ്ടി നമുക്ക് കേക്ക് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രിൻസ് റോമി. ഇതിന്റെ പേരാണ് കേക്ക്. ബോസേ, എനിക്കും കേക്ക് കഴിക്കാൻ തോന്നുന്നു. എടാ, നീ എന്താ ഇവിടെ പിക്നിക് ആഘോഷിക്കാൻ വന്നതാണോ? എപ്പോ നോക്കിയാലും ഭക്ഷണം ഭക്ഷണം. ടൈഗർ പാന്തർ, ഞാൻ പറയുന്നത് കേൾക്കൂ. ആ സയന്റിസ്റ്റിന് ലാഭിച്ചെന്ന് എല്ലാ വയറും കട്ട് ചെയ്ത് കളഞ്ഞേക്ക്. പറ്റെങ്കിൽ കറണ്ട് ഓഫ് ചെയ്തേക്ക്. ഓക്കേ ബോസ്.
അതെ, എന്റെ ചെവി പൊട്ടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ? ഇതിങ്ങനെ ഊതാനുള്ളതല്ല, തലയ്ക്ക് മേത് ഇടാനുള്ള തൊപ്പിയാണത്. കണ്ടോ, ഇപ്പൊ കാണാൻ നിന്നെ എന്ത് ഭംഗിയുണ്ടെന്ന് അറിയോ? ഓക്കേ പ്രിൻസ്, ഇപ്പൊ കേക്ക് കട്ട് ചെയ്യൂ. അങ്ങനല്ല, ഇത് ഇങ്ങനെ മുറിക്കണം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. മാഡ് മാൻഡോസയുടെ ശ്രദ്ധ മുഴുവനും എന്റെ അടുത്താണ്. ഞാൻ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോയേ മതിയാകൂ. ശിവ, എനിക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോയേ മതിയാകൂ. അല്ലെങ്കിൽ ഈ മാഡ് മാൻഡോസ അവന്റെ ആളുകളെ വെച്ച് എന്റെ ലാബ് മുഴുവനും നശിപ്പിക്കും. അത് ഉറപ്പാണ്. നീ ഇവരെ എല്ലാവരെയും നല്ല ഫ്രണ്ട്സ് ആക്കിയല്ലോ. ഹലോ സയന്റിസ്റ്റ് സാറേ, എത്ര നാളായി നമ്മൾ തമ്മിൽ ഒന്ന് കണ്ടിട്ട്. ഒന്നും പറയാതെ ഇവിടുന്ന് അങ്ങ് പോയാൽ എങ്ങനെയാ? ഒന്ന് സംസാരിക്കും സാറേ. എടാ ക്രിക്കറ്റ്, ആ സയന്റിസ്റ്റ് എങ്ങോട്ടാ പോയത്? എല്ലാവരും ഡാൻസ് കളിക്കാൻ തുടങ്ങിക്കോളൂ. നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് കളിച്ചാലോ? തീർച്ചയായിട്ടും. നിങ്ങളൊക്കെ എങ്ങോട്ടാ പോകുന്നത്? Watch India's largest kids library only on Jio Hotstar. Download the app now.